മൈക്രോബിറ്റെക്സ് വെർഷൻ 6 റേഡിയോയിൽ ഉപയോഗിക്കുന്ന 2.8 ഇഞ്ച് TFT ഡിസ്പ്ലേ ആണിത്. 240x320 റെസൊല്യൂഷനുള്ള RGB മൾട്ടി കളർ ഗ്രാഫിക്സ് ഡിസ്പ്ലേ ആണിത്. ഇതിന് 14 പിന്നുകളാണുള്ളത്. ആദ്യത്തെ 9 പിന്നുകൾ ഡിസ്പ്ലേയുടെ വർക്കിങ്ങിനായും 5 പിന്നുകൾ ടച്ച് സ്ക്രീൻ വർക്കിങ്ങിനായി ഉപയോഗിക്കുന്നു. 2.8 ഇഞ്ച് ഡിസ്പ്ലേ 2 തരം വരുന്നുണ്ട്. ടച്ച് സെൻസിറ്റീവ് ഉള്ളതും ടച്ച് സെൻസർ ഇല്ലാത്തവയും. ടച്ച് സെൻസർ ഉള്ളവയിൽ എക്സ്ട്രാ ഒരു IC ഉണ്ട്. XPT 2046 എന്നൊരു IC കൂടി ഉണ്ട്. 2.8 ഇഞ്ച് 2.4 ഇഞ്ച് 3.5 ഇഞ്ച് മുതലായ പല വലുപ്പത്തിൽ ലഭിക്കുന്ന ഈ ഡിസ്പ്ലേ എങ്ങനെയാണ് ഒരു ആർഡിനോ നാനോയുമായി കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിക്കുന്നത് എന്ന് നോക്കാം. അതിനായി ഒരു ആർഡിനോ നാനോ ആവശ്യമുണ്ട്. ഒരു ബ്രെഡ് ബോർഡ്, കുറച്ച് വയറുകൾ എടുക്കാം. സ്കീമാറ്റിക് ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ആർഡിനോ നാനോയും ഡിസ്പ്ലേയുമായി ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഇതിനെല്ലാം സീരീസ് ആയിട്ട് 10K റെസിസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നത് 3.3 വോൾട്ടിലാണ്. ആർഡിനോ നാനോയിൽ നിന്നും 5 വോൾട്ട് ഡയറക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ലെവൽ ഷിഫ്റ്റിന് വേണ്ടിയാണ് 10K റെസിസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ആർഡിനോ നാനോ പ്രോഗ്രാം ചെയ്യുന്നതിനായി പ്രോഗ്രാം കേബിൾ കണക്ട് ചെയ്യാം. പ്രോഗ്രാം കേബിൾ കണക്ട് ചെയ്ത ഉടനെ തന്നെ LED കണക്റ്റ് ആയിട്ടുണ്ട്. വൈറ്റ് ഡിസ്പ്ലേ കാണിക്കുന്നു. ഇനി ആർഡിനോ IDE ഓപ്പൺ ചെയ്യുക. ആർഡിനോ IDEയിൽ ഒരു മോക്ക് പ്രോഗ്രാം അപ്ലോഡ് ചെയ്തിരിക്കുന്നു. ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നതിനായി 2 ലൈബ്രറീസ് ആവശ്യമാണ്. അഡാഫ്രൂട്ട് GFX.h, അഡാഫ്രൂട്ട് ILI 9341.h. ഈ 2 ലൈബ്രറിയും ഡൗൺലോഡ് ചെയ്തെടുക്കണം. സ്കെച്ച് പ്രസ് ചെയ്യുക. സ്കെച്ച് ഇൻക്ലൂഡ് ലൈബ്രറി, മാനേജ് ലൈബ്രറി. അപ്പോൾ ഒരു സ്ക്രീൻ പോപ്പപ്പ് ആവും. അവിടെ നമുക്ക് വേണ്ട ഈ 2 ലൈബ്രറിയും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ 2 ലൈബ്രറിയും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിനുള്ളിലുള്ള എക്സാമ്പിൾ പ്രോഗ്രാമിൽ നിന്നാണ് ഈ മോക്ക് പ്രോഗ്രാം കിട്ടിയിരിക്കുന്നത്. ഇവിടെ അഡാഫ്രൂട്ട് GFX ലൈബ്രറി ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ ILI 9341 ലൈബ്രറിയും ഡൗൺലോഡ് ചെയ്യുക. 2 ലൈബ്രറിയും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം കമ്പൈൽ ചെയ്യുക. കമ്പൈൽ നടക്കുന്നു. കമ്പൈലിംഗ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി അപ്ലോഡ് ബട്ടൺ കൊടുക്കുക. അപ്ലോഡിങ് ചെയ്യുക. ഇപ്പോൾ ആർഡിനോയിൽ അപ്ലോഡിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഡിസ്പ്ലേയിൽ എന്താണ് കാണുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഡിസ്പ്ലേയിൽ പ്രോഗ്രാം ആയിട്ടുണ്ട്. ഡിസ്പ്ലേയിൽ പലതരം ഗ്രാഫിക്സ് വന്ന് മാറിക്കൊണ്ടേയിരിക്കും. ഈ 2.8 ഇഞ്ച് TFT ഡിസ്പ്ലേയുടെ വലത് ഭാഗത്ത് കുറച്ച് സ്പേസിൽ പ്രോഗ്രാം ഒന്നും കാണുന്നില്ല. ഇത് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നോക്കാം. ഈ ഡിസ്പ്ലേയിലെ ഓറിയൻറ്റേഷൻ മാറിയിരിക്കുകയാണ്. അതെങ്ങനെ കറക്റ്റ് ആക്കാമെന്ന് നോക്കാം. ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യുക. ആർഡിനോ ലൈബ്രറീസ് ഓപ്പൺ ചെയ്യുക. ലൈബ്രറി ഫോൾഡറിൽ നാം ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ലൈബ്രറിയും കാണാൻ പറ്റും. ഇതിൽ നിന്നും അഡാഫ്രൂട്ട് ILI 9341 എടുക്കുക. ഇതിൽ നിന്നും അഡാഫ്രൂട്ട് ILI 9341.h ഫയൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നോട്ട് പാഡിൽ ഇതിങ്ങനെ ഓപ്പണായി വരും. ഇതിൽ 2.8 ഇഞ്ച് 2.2 ഇഞ്ച് എല്ലാത്തിനും വേണ്ടിയുള്ള പ്രോഗ്രാമാണ്. ഇതിൽ നിന്നും ഇതിൻ്റെ ഓറിയൻറ്റേഷൻ കണ്ടുപിടിക്കുക. ഇവിടെ ഈ ലൈനിൽ കാണാൻ പറ്റും. TFT width 240,
TFT ഹൈറ്റ് 320 ഇവയെ സ്വാപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ 240 സ്ഥാനത്ത് 320 ആക്കാം. 320 സ്ഥാനത്ത് 240 ആക്കി കൊടുക്കുക. ഇത്രയും ചെയ്തിട്ട് ഫയൽ ഓപ്പൺ ചെയ്ത് സേവ് ചെയ്യുക. സേവ് ചെയ്ത ശേഷം ഇത് ക്ലോസ് ചെയ്യാം. വീണ്ടും ആർഡിനോ IDE ഓപ്പൺ ചെയ്യുക. ആർഡിനോയിലേക്ക് ആദ്യം എടുത്തു വെച്ച അതേ പ്രോഗ്രാം അപ്ലോഡ് ചെയ്യുക. വീണ്ടും ആർഡിനോയിൽ പ്രോഗ്രാം അപ്ലോഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി ഡിസ്പ്ലേ എങ്ങനെ കാണുമെന്ന് നോക്കാം. അപ്പോൾ അപ്ലോഡിങ് പൂർത്തിയായതിനു ശേഷം ഡിസ്പ്ലേയിൽ മുഴുവനായി പിക്ചർ കാണുന്നുണ്ട്. ഒരു മൈക്രോബിറ്റിക്സ് വെർഷൻ 5-ൻ്റെ 16:2 ഡിസ്പ്ലേ മാറ്റി എങ്ങനെ 2.8 ഇഞ്ച് TFT ഡിസ്പ്ലേ കണക്റ്റ് ചെയ്യാം, അതിലെങ്ങനെ പ്രോഗ്രാം ചെയ്യാം എന്നൊരു വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.